മഴത്തോട്ട് മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബാലേന്ദ്രനെ കണ്ട് തിരിച്ച് മനു വീട്ടിൽ വന്നപ്പം തന്നെ രാജീവ് ചോദിക്കുകയാണ്, നീ എവിടെ പോയിരുന്നു? രാവിലെ തൊട്ട് നിന്നെ വിളിക്കുന്നുണ്ടല്ലോ, നിന്നെ കിട്ടുന്നില്ലല്ലോ. അത് ഞാൻ ബാലേന്ദ്രൻ അങ്കിളിനെ കാണാൻ പോയതാ. ആഹാ, നീ കാണാൻ പോയോ? അപ്പം ആ പെണ്ണ് എൻ്റെ കൂടെ ഉണ്ടോ, അലീന? അപ്പം ഉണ്ട് എന്ന് പറയണം. കൃഷ്ണമോളും ഉണ്ട് എന്ന് പറയുകയാണ് മനു. അപ്പം കമല ചോദിക്കുകയാണ്, അയാൾക്ക് നാണം മാനമില്ലേ? വീട്ടിലെ വേലക്കാരിയും കൊണ്ട് റിസോർട്ടിൽ പോയി താമസിക്കുന്നത് എന്ന് പറയാണ്. അയാൾക്ക് അത്ര വലിയ മാന്യതയാണെങ്കിൽ അയാൾ അവളെയും കൊണ്ട് വീട്ടിലോട്ട് വന്നൂടെ എന്ന് ചോദിക്കണം. അപ്പോൾ മനു ചോദിക്കുകയാണ്, അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എന്ത് കണ്ടോണ്ടാണ് ഈ പറയുന്നത്? നിങ്ങളാരും ആ കൃഷ്ണമോളെ കാണുന്നില്ലേ? അത് നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ലേ? നിങ്ങൾ ഈ തെറ്റായി മാത്രം എന്താ കാണുന്നത് എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞതിൽ തെറ്റെന്തുവാ? അല്ലാതെ അയാൾക്ക് അങ്ങനെ ആണെങ്കിൽ ആ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരാതെ ആ പെണ്ണിനെയും വിളിച്ച് റിസോർട്ടിൽ പോയതിന് എന്താ നമ്മൾ പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്കറിയാം അമ്മയാണ് ഇതിനകത്ത് കൂടുതലും പ്രശ്നത്തിനൊരു പങ്കുണ്ടെന്ന് മനു പറയാണ്. ഞാൻ എന്ത് ചെയ്ത്? അമ്മ ആൻറ്റി വിളിച്ച് ഓരോരോ കാര്യം അമ്മയെ വിളിച്ച് പറയുമ്പോൾ അമ്മ അത് കൂടുതൽ തിളപ്പിക്കുക ചെയ്യുന്നത്. എന്നാൽ ആൻറ്റിക്കൊരു സമാധാനം കൊടുത്ത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാതെ ആൻറ്റി കൂടുതൽ തിളപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയണം. അപ്പം കമല പറയുന്നത്, പിന്നെ ഞാൻ എന്താ വേണം? അവളുടെ സൈഡിൽ ന്യായം ഉണ്ടായിട്ട് ഞാൻ അവളുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നു, അതിനെന്താ തെറ്റ് എന്ന് പറയുകയാണ്. അമ്മ ന്യായത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, അമ്മ കൂടുതൽ പ്രശ്നം വഷളാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയണം. അപ്പം വളരെ ഞാൻ നിന്നോട് കൂടുതൽ സംസാരിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞ് കമല അങ്ങ് കയറി പോവാണ്. അപ്പോൾ രാജീവ് ചോദിക്കണം, ഏത് റിസോർട്ടിലാണ് അവർ താമസിക്കുന്നത്? അപ്പം മനു ചോദിക്കണം, അങ്കിളെന്താ അല്ല കൊച്ചിനെന്താ അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായിരിക്കുകയെന്നാ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചിനെ പണി കിട്ടും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ കൊച്ചച്ഛനെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക അങ്കിള്. ഞാനെന്തോ ചെയ്ത്? അല്ല കൊച്ചച്ഛൻ്റെ അങ്കിളുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി അവിടെ നിന്ന് ഹോം നേഴ്സിനെ പിടിച്ച് വലിച്ച് പുറത്ത് കളഞ്ഞു എന്നൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ ഇവിടുന്ന് സിംഗപ്പൂരിൽ പോകാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയണം. അപ്പോൾ രാജീവ് പറയാണ്, അതിന് ഞാൻ അവളെ പിടിച്ചൊന്നുമില്ലല്ലോ. പിടിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അങ്കിള് വെറുതെ വിട്ടേക്കുന്നത് എന്ന് പറയണം. എന്നും പറഞ്ഞ മനു അങ്ങ് കയറി പോവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ രാജീവ് ഇങ്ങനെ കുഴഞ്ഞ മട്ടി നിൽക്കുകയാണ്. ഈ കഥകളെല്ലാം കമല വിളിച്ച് വൈജയന്തിയെടുത്ത് അറിയിച്ചിട്ടുണ്ട്. വൈജയന്തി ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് മുത്തശ്ശിയെടുത്ത് വന്ന് പറയുന്നുണ്ട്, അവളുടെ കൂടെ ഉണ്ട്, ബാലേന്ദ്രൻ്റെ കൂടെ ഉണ്ട് അവൾ. അപ്പോൾ അവളെയും പിക്ക് ചെയ്തുകൊണ്ടാണ് ബാലേന്ദ്രൻ പോയെന്ന് പറയാണ്. മുത്തശ്ശി ചോദിക്കുന്നത്, അവൻ എന്തോത്തിൻ്റെ കേടാ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അങ്ങ് പോയേനേന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു. പിന്നെ മുത്തശ്ശിക്ക് പിന്നെ പല സമയത്തും പല സ്വഭാവമാണ്, പല രീതിയിലാണ് പറയുന്നത്. വൈജയന്തി പറയും, അതാ കമലേട്ടത്തി ചോദിച്ചത്. മറ്റേത് വീട്ടിൽ മാത്രമേ ഉള്ളായിരുന്ന പ്രശ്നം, ഇപ്പം നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. കൂടുതൽ പേര് അറിയുമ്പം അല്ല ഹോം നേഴ്സുമായിട്ട് എന്തിനാ ബാലേന്ദ്രൻ അവിടെ പോയി താമസിക്കുന്നതെന്നുള്ള ചോദ്യം വരും. അവർക്കൂടെ നാണക്കേടാണെന്നാണ് കമലേട്ടത്തി പറയുന്നത്. അത് ശരിയാണല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ഷോപ്പുകൾ ആരും നോക്കാതെ നടക്കുകയാണ്. അപ്പം മുത്തശ്ശിയാണ്, അത് ഗോവർദ്ധൻ നോക്കിക്കല്ലോ. ഗോവർദ്ധൻ അങ്ങനെ 3 ഷോപ്പും കൂടെ ഒന്നും നോക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അവൻ ഒരു അയ്യോഭാവിയാണ്. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൈയിട്ട് വരും, അത്രേ ഉള്ളൂ. ആകപ്പാടെ എല്ലാം നാശം ഉണ്ടാവുമോ എന്നൊക്കെ വൈജയന്തി പറയുകയാണ്. മുത്തശ്ശി പറയാണ്, ഇനി ബാലേന്ദ്രൻ അവിടെ അങ്ങ് താമസമാക്കുമോ? എത്ര നാൾ അവിടെ താമസിക്കും? അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ഷോപ്പിൻ്റെ കാര്യത്തിലെല്ലാം തീരുമാനമാകുമെന്ന് വൈജയന്തി പറയണം. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ വൈജയന്തിക്ക് ആകെപ്പാട് ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അലീനയും കൊണ്ടല്ലേ പോയേക്കുന്നത്, അതിൻ്റെ ഒരു ടെൻഷൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജീവും ഹരിയും കൂടി ഇരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരാലോചനയിലാണ് രണ്ടുപേരും. അപ്പോൾ അങ്ങോട്ടത്തേക്ക് മനു വരികയാണ്. നീ എവിടെ പോകുന്നു? ഞാൻ എറണാകുളത്തിന് പോവുക. അതെന്താടാ നീ അങ്ങനെ ചെയ്യുന്നത്? ഞാനിവിടുന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വന്ന്, നീ ആണെങ്കിൽ ഞാൻ വന്നപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ മനു പറയണം, കൊച്ചച്ഛൻ ഞാൻ ആദ്യം വന്നപ്പോൾ കൊച്ചിന് എന്തോ പറഞ്ഞതെന്ന് കൊച്ചച്ഛന് ഓർമ്മയില്ലേ? ഞാൻ അതിനകത്തൊന്നും ഇടപെടണ്ട, ഞാൻ ഒറ്റയ്ക്കങ്ങ് പരിഹരിച്ചോളാം എന്നല്ലേ ആ കൊച്ചച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം രാജു പറയാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒക്കെ ചെയ്ത് അവളെ ഇറക്കി വിടാമെന്ന് വൈജയന്തിക്ക് ഉറപ്പ് കൊടുത്തു. അവളെ ഇറക്കി വിട്ടു. പക്ഷേ ബാലേന്ദ്രൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മനു പറയാണ്, കൊച്ചച്ച ഇത് ഈ പ്രശ്നം അലീനയല്ല അവിടുത്തെ പ്രശ്നം, അവിടെ ആൻറ്റിയും അങ്കിളും തമ്മിലുള്ള യുദ്ധമാണ്. അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പ്രശ്നമാണ്. അത് തീർന്നാലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണത്തുള്ളൂ. അത് ഇപ്പോഴെങ്ങും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കൊച്ചച്ഛന് എത്ര നാളത്തേക്ക് ലീവ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കൊച്ചച്ഛൻ എന്തായാലും ഇത് പരിഹരിച്ചിട്ടല്ലേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ കൊച്ചച്ഛൻ ഇതെല്ലാം പരിഹരിച്ച് പതുക്കെ പോയാൽ മതി. ഞാനെന്തായാലും അടുത്ത ആഴ്ച വരും എന്ന് പറയാണ്. പറഞ്ഞു മനു അങ്ങ് പോവുകയാണ്. അപ്പം രാജീവാണെങ്കിൽ ഹരിയെടുത്ത് നോക്കിയാണ്, എന്താ അവൻ അങ്ങനെ പറഞ്ഞേ? ഈ പ്രശ്നം ഇപ്പോഴെങ്ങും തീരത്തില്ല, അത് അടുത്ത ആഴ്ച വരുമ്പം കാണാമെന്നാണ് പറഞ്ഞിട്ട് പോയതെന്ന് ഹരി പറയുകയാണ്. അതങ്ങനെ പറ്റത്തില്ലല്ലോടാ, എനിക്ക് പോകണമല്ലോ, എനിക്കിനി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ ലീവ് തീർന്നിരിക്കുക
ഇതിനൊരു പരിഹാരം എന്തുണ്ട്, നീ ഒരു പരിഹാരം പറഞ്ഞേ. അപ്പം ഹരി പറയാൻ, നമുക്ക് അവളെ അങ്ങ് തട്ടിക്കൊണ്ടുപോയാലോ, തട്ടിക്കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഗോഡൗണിൽ കൂട്ടിടാം. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിക്കോളാം എന്ന് ഹരി പറയാണ്. അത് നടക്കത്തില്ല, നടക്കുന്ന കാര്യം വല്ലതും പറയാൻ രാജീവൻ പറയാണ്. എന്നെങ്കിൽ അങ്കിളിൻ്റെ കാല് രണ്ടും തല്ലിയും കുടിച്ച് കഴിഞ്ഞാലോ, വീട്ടിൽ തന്നെ കിടക്കുമല്ലോ, പിന്നെ ഹലീനെ കാണാൻ പോകത്തില്ലല്ലോ. അതും നടക്കത്തില്ല, നടക്കുന്ന കാര്യം വല്ലതും പറയാണ്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഗാഢമായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുവാണെങ്കിൽ മനുവിൻ്റെ വഴിക്ക് പോയി. പിന്നെ കാണിക്കുന്നത് കടപ്പാട്ടൂരിലേക്ക് രാജീവ് വരുന്നതാണ്. വൈജ വന്ന് വെല്ലടിക്കുന്നുണ്ട്. അപ്പം പോകാനുള്ള റെഡിയായിട്ട്, സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകാൻ റെഡിയായിട്ടാണ് രാജീവ് വന്നത്. ചേട്ടൻ പോവുമോ, രാജീവേട്ടൻ പോവുകയാണോന്ന് ചോദിക്കും. പിന്നെ പോവുകയുണ്ടേ, എനിക്ക് ലീവ് തീർന്ന്, ഞാൻ അവളെ ഇറക്കി വിട്ട്. പക്ഷേ ഈ ബാലേന്ദ്രൻ പുറകെ പോകുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. അപ്പം വൈജിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ വന്ന് രാജീവേട്ടൻ വന്ന് ഈ പ്രശ്നം സോൾവ് ആക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അതൊന്നും ആയില്ല. ഞാൻ ഇനി എന്ത് ചെയ്യാൻ, എല്ലാവരും തിരിച്ചു പോവുകയാണ്, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്നൊക്കെ പറയുകയാണ് വൈജ. ഭയങ്കര സങ്കടത്തിൽ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ നിന്നെ ഒറ്റയ്ക്കാക്കുമൊന്നുമല്ല, ഞാൻ ശിവേട്ടനും കൂടെ ആലോചിച്ച് ഇതിനൊരു പരിഹാരം കാണും ഉറപ്പാ എന്ന് പറയാണ്. അപ്പം ഉറപ്പാണോ? ഉറപ്പായിട്ടും കാണും. ബാലേന്ദ്രൻ അവളെയായിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ മൂലയിൽ അതൊക്കെ കണ്ട് മൂലയിൽ ഒതുങ്ങിക്കൂട്ടണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനൊന്നും വേണ്ട, നിനക്കെന്താ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നീ ചെയ്തോ, നിനക്ക് സ്വയമേ അന്നേരം എന്ത് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്തോ എന്ന് പറയാണ് രാജീവ്. വൈജയന്തിക്ക് ഭയങ്കര ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ രാജീവ് അവിടെ നിന്ന് മുങ്ങിയാണ്. കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം എടുത്തുണ്ടോ, എന്തെങ്കിലും കുടിക്കാൻ എടുത്തുണ്ടോ, ഞാൻ അമ്മ എന്ത് കാണട്ടെന്ന് പറയും. രാജീവ് അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശി എടുത്ത് ചെല്ലുകയാണ്. മുത്തശ്ശി എടുത്ത് ചെല്ലുമ്പോൾ നീ പോവുകയാണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഇങ്ങനെ അവളെയും കൊണ്ട് പോയ കാര്യമൊക്കെ രാജീവ് പറയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ബാലേന്ദ്രൻ രാജീവിനെയും കൊണ്ട് പോവുകയാണെന്ന്, ബാലേന്ദ്രൻ അലീനയും കൊണ്ട് പോകുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് മുത്തശ്ശി പറയാണ്. അമ്മയുടെ അഭിപ്രായം എന്താണ് അവളെക്കുറിച്ച്, അവർ തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ് രാജീവൻ. അപ്പോൾ പറയുന്നത്, നീ അങ്ങനൊന്നും പറയാതെ, അവൾ അങ്ങനെ ഒരു പെണ്ണൊന്നുമല്ല, അവൾ അങ്ങനെ ഒന്നും ഇല്ല, ബാലേന്ദ്രനും അങ്ങനെ ഉള്ളതായിരുന്നു അല്ല, നീ ആവശ്യമില്ലാത്തതൊന്നും പറയാതെ എന്ന് പറയാണ് മുത്തശ്ശി. അല്ല പിന്നെ അയാൾ എന്തിന് അവളെയും കൊണ്ട് റിസോർട്ടിലോട്ട് പോയെ എന്ന്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെനിക്കറിയത്തില്ല, റിസോർട്ടിലോട്ട് കൊണ്ടുപോയാൽ എന്താണെന്ന് അറിയത്തില്ല, പിന്നെ രണ്ടുപേർക്കും വാശിയാണ്, അതിൻ്റെ ഒരു അടിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് മുത്തശ്ശി പറയാണ്. രണ്ടുപേരും കൂടെ അടിക്കട്ടെ, അടിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഒതുങ്ങുമല്ലോ എപ്പോഴെങ്കിലും, അപ്പം നമുക്ക് ഇടപെടാം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, ഇനി വൈജയാണ് വീഴുന്നതെങ്കിലോ. വൈജ വീഴുന്നില്ല, മുത്തശ്ശിക്ക് വിഷമമുണ്ട്, അപ്പോൾ നമുക്ക് ഇടപെടാം, നമുക്ക് അന്നേരം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് രാജീവ് പറയാണ്. അപ്പം നമ്മൾ ഒന്നും മിണ്ടാതിരുന്നാൽ മതി, അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ അടിച്ച് തീർക്കട്ടെ, ആരെങ്കിലും ഒരാൾ വീഴുമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വൈജയന്തി ജ്യൂസുമായിട്ട് വരുന്നത്. വന്ന ഉടനെ പറയും, അവളെയും കൊണ്ട് ഇനി ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കും, ഇവിടെ കേട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കുകയാണ്. അപ്പം മുത്തശ്ശിക്കാണ്, വന്നു കഴിഞ്ഞാൽ നിനക്കെന്ത് ചെയ്യാൻ പറ്റും. അപ്പം വൈദ്യറിന്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ വരെ ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന മുത്തശ്ശിയും രാജീവിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.